ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ബാർബിക്യൂ ചിക്കൻ റാപ്പ് ആയാലോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, കാണാനും എല്ലാം ഒരു വെറൈറ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു അര ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് ചെറുനാരങ്ങ നീര്, ഇതുമെല്ലാം ഇട്ടിട്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ഒരു 300 ഗ്രാം. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊരു കുറഞ്ഞതൊരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം പാൻ ചൂടായിട്ട് അതിലേക്ക് ചിക്കനും ഇട്ടിട്ട് നമുക്കതവിടെ കുക്ക് ചെയ്യാൻ വെക്കാം, ഒരു മീഡിയം തീയിൽ. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് റെഡിയാക്കാനുണ്ട്, മയോ സോസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതും, 2 പച്ചമുളക്, വെളുത്തുള്ളിയെല്ലാം ഒരു 2 പീസ് മതിയാവും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് പുതിനയില, മിൻറ്റ് ലീഫ്, പിന്നെ മല്ലിയില ഒരു പിടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ മയണൈസ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു അര ടീസ്പൂൺ ക്യൂമിൻ പൗഡറും ഉപ്പും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ മയോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാകാൻ. അങ്ങനെ നമ്മുടെ മയോ സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എന്തായോ നോക്കാം. ചിക്കൻ ഓക്കെ, ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ് ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം, ഉള്ളി, ഇത് രണ്ടും ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റൊക്കെ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ആ ഉള്ളിയും ക്യാപ്സിക്കലും ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ എല്ലാം കൂടി നന്നായി ഇളക്കി. ഈ സമയത്ത് ഇങ്ങനെ ചിക്കൻ വലിയ പീസ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ സ്പാറ്റുല ഉപയോഗിച്ചിട്ട് അതൊന്നിങ്ങനെ പൊടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ലെറ്റ്യൂസ് ലീഫ് ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടോട്ടിൽ അതും ജസ്റ്റ് ഒന്ന് 2 സൈഡൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കാം. ഇനിയിപ്പോൾ അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ ചീസും പിന്നെ മയോ സോസും, അത് ഇടുന്ന വീഡിയോ ഉണ്ടായിട്ടില്ല, എഡിറ്റിങ്ങിൽ എന്തോ പറ്റിപ്പോയതാണ്. ചീസ് ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ മയോ സോസ് ഒരു സൈഡിൽ വെച്ച് പിന്നെ നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ ചിക്കൻ, അത് വെച്ച് കൊടുക്കാം. അങ്ങനെ 4 സൈഡിലായിട്ട് 4 എണ്ണം. പിന്നെ ലാസ്റ്റ് നമ്മുടെ ലെറ്റ്യൂസ് ലീഫ് അതും വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കാണുന്ന പോലെ ഇനി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്രയേ പണിയുള്ളൂ, ഭയങ്കര ഈസിയാണ്. കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല. എല്ലാം നമ്മുടെ വാങ്ങിക്കാൻ കിട്ടുന്ന ലീഫ്, ചീസ്, ടോട്ടില്ല, നമുക്കാകെ ചിക്കൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ വെറൈറ്റിയാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ പണി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ആദ്യം സോസ്, ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ വെക്കാം. ഇതേപോലെ എല്ലാം ഒന്ന് മടക്കി റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ഒരു പാനിലോട്ട് ബട്ടർ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായിട്ട്. 2 സൈഡും ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്, കാണാനും വെറൈറ്റി, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.